മറ്റു വാർത്തകൾ നോക്കാം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പ്രചാരണവുമായി വിവിധ മുന്നണികൾ. ഫെബ്രുവരി ആദ്യവാരം മുതൽ വടക്കൻ കേരളത്തിൽ വിവിധ ജാഥകൾക്ക് തുടക്കമാകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര ഫെബ്രുവരി 1-നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഫെബ്രുവരി 6-നും ആരംഭിക്കും. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫെബ്രുവരി 1 മുതൽ കാസർഗോഡ് ജില്ലയിൽ ജാഥകളുടെ വസന്തകാലം ആരംഭിക്കുകയാണ്. LDFിൻ്റെയും UDFിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ജാഥകളാണ് പ്രധാനമായും കാസർഗോഡ് നിന്ന് ആരംഭിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFിൻ്റെ ജാഥയാണ്. ഫെബ്രുവരി 1-ാം തീയതി MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിക്കാണിച്ചും പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകിയും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ LDFിൻ്റെ ജാഥ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 15-ന് അവസാനിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത്. ഭരണകോട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചും ശബരിമല കൊള്ള, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് എന്നീ കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള യാത്ര സംഘടിപ്പിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളായ CPIയുടെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെയും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കേരള കോൺഗ്രസ് M വിഭാഗത്തിൻ്റെ ജോസ് കെ മാണിയുടെയും ജാഥകളും ഉണ്ടാകും. VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പുറമെ ഇത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലും യാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ തീയതി കൃത്യമായും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് വടക്കൻ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വിവിധ ജാഥകൾക്ക് തുടക്കമാകുന്നത്. ഫെബ്രുവരി 1-ാം തീയതി മുതൽ വിവിധ ജാഥകൾക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.